ചില ടീച്ചർമാരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ നോട്ടം പതിയേണ്ടത് അവൻ്റെ കണ്ണിലല്ല, മറിച്ച് അവൻ്റെ ചങ്കിലായിരിക്കും. എന്നെ തെറ്റിക്കോലെ ഫ്രണ്ടിൽ ഒന്നിരിക്കുകയാണ് തെറ്റിക്കാനായിട്ട്. പൊന്നിടാ വെച്ചാ കോടാനുകോടി പെറ്റീഷനാണ് കിട്ടുന്നത്. എന്തൊരു തിരക്കാണെന്ന് അറിയാമോ എന്തൊരു സുന്യാലിനെ. അധികാരം ദുർവിനിയോഗം ചെയ്യാൻ അന്തസ്സായിട്ട് സാധ്യതയുള്ളവരും കൂടെയാണ് ടീച്ചേഴ്സ്. ടീച്ചറോട് നമ്മൾ പറയോ, ടീച്ചർ എന്തെന്ന് പഠിപ്പിക്കുന്നു, സാധനം മനസ്സിലാവണില്ല. അതിനുള്ളത് ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ട്. കാരണം എന്താണ്, തോറ്റുപോയാലും വലിയ വിഷയമൊന്നുമില്ല. മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഈ അധികാരം നമ്മൾ വളരെ മോശമായിട്ട് ചില ടീച്ചർമാർ ഉപയോഗിച്ചതിന്റെ വേദനകൾ ഉള്ളിൽ കിടക്കുന്നവരുണ്ടാകും ഈ കൂട്ടത്തിൽ. എനിക്കിഷ്ടാവില്ല, അതുകൊണ്ട് ഒരു ഒറ്റടി അങ്ങോട്ട് കൊടുക്കണവർ. പരിശുദ്ധപിതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ലോകത്തിലെ മാധ്യമങ്ങളൊക്കെ 20 പേരെ എണ്ണി പറഞ്ഞിരുന്നു. ആ 20 പേരിൽ ആരെങ്കിലും വരൂല. എന്താണത്? മാധ്യമങ്ങളല്ലല്ലോ തിരഞ്ഞെടുക്കുന്നത്. കുർബാന ഞാൻ പറഞ്ഞാൽ ഈ പിതാവിനും പുത്രനും ആദ്യം ഉണ്ടല്ലേ, ഞാൻ വിചാരിച്ചത് അവസാനം മാത്രമുള്ളൂ വിചാരിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കാറ്റഗിസം ടീച്ചേഴ്സായ നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കേ. ഹായ്, എന്ത് രസം, ഒരു ഹായ് പറഞ്ഞ. ഒരു അമേരിക്കൻ ഹിസ്റ്റോറിയൻ, പേര് ഹെൻറി ബ്രൂക്സ് ആഡംസ് എന്നാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എ ടീച്ചർ അഫക്ട്സ് ഇറ്റേണിറ്റി. He or she can never tell where his or her influence stops. പ്രിയമുള്ളവരെ, നിത്യതയെ സ്പർശിക്കുന്നവരാണ് അധ്യാപകർ. അവരുടെ സ്വാധീനം എവിടെ വരെ ചെന്നെത്തുമെന്ന് അവർക്ക് പോലും അറിയത്തില്ല. നിത്യത എന്ന് പറയുന്നത് ആത്മാവിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. ആത്മാവിന് മാത്രം സ്വന്തമായിട്ടുള്ള നിത്യതയെ ഒരു അധ്യാപകൻ സ്വന്തമാക്കുമ്പോൾ അവൻ സ്വന്തമാക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ ഒരു തലമാണെന്ന് പറയും. ആ ഒരു തലത്തിൽ നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് എന്നാണ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇൻഫ്ലുവൻസ്? സ്വാധീനിക്കുക. നമ്മുടെ ടീച്ചർമാരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ചില ടീച്ചർമാരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചില ടീച്ചർമാരെയോ ഒരു താല്പര്യം. ചില ടീച്ചർമാരുടെയൊക്കെ മുഖം നിലത്തിട്ട് ഇങ്ങനെ ഓർക്കാൻ തോന്നിയിട്ടില്ലേ? ഇല്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അവരുടെ കയ്യിലാണല്ലോ നമ്മുടെ ഭാവി എന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാണ്ടിരിക്കുക. നമ്മളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് സ്വാധീനിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ അധ്യാപകർക്ക് കൊടുക്കാവുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, മെഴുകുതിരിയായിട്ടാണ് അധ്യാപകരെ സാധാരണ താരതമ്യം ചെയ്യാറ്. ഇസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ കാൻഡിൽ ആൻഡ് ലാമ്പ്? മെഴുകുതിരിയും എണ്ണത്തിരിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ആ ഉരുകിത്തിരി, എണ്ണത്തിരിയ കരിന്തിരി കത്താനുള്ളൊരു സാധ്യത, മെഴുകുതിരിക്ക് ആ ഒരു സാധ്യതയില്ല. അത് ഉരുകിത്തീരുന്നതിന് മുമ്പ് അതിൽ നിന്ന് എന്തെങ്കിലും വെട്ടം വേറൊരാൾക്ക് എനിക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ, പ്രിയമുള്ളവരെ, അതിനുമപ്പുറം വേറൊരു യാഥാർത്ഥ്യമില്ലെന്ന് പറയും. അതുകൊണ്ട് കൊടുക്കാവുന്ന ഒരു ഡെഫിനിഷൻ എന്ന് വെച്ചാൽ, കാൻഡിൽ കൺസ്യൂംസ് ഇറ്റ് സെൽഫ്. അത് നമ്മളുടെ തന്നെ ജീവിതത്തെ സുന്ദരമായിട്ട് അത് മാറ്റിയെടുക്കുമെന്ന് പറയും. കൺസ്യൂംസ് ഇറ്റ് സെൽഫ് ടു ലൈറ്റ് ദ വേ ഫോർ അതേഴ്സ്. എൻ്റെ മുമ്പിൽ എത്ര മെഴുകുതിരി വന്നാലും അതിനകത്തേക്ക് ഇതിനകത്തുനിന്ന് ഒരു ദീപനാളം പോയാലും ആ ദീപനാളത്തിൻ്റെ വെളിച്ചത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് കത്തിക്കാൻ മടിക്കണ്ടെന്ന്. എൻ്റെ മുമ്പിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന 40, 50, 60, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ ആലയത്തിൽ അല്ലെങ്കിൽ ഈ ഹോളിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന 1000-ഓളം പേരിലേക്ക് ഞാനിത് കത്തിക്കുമ്പോൾ പകുതി കെട്ടുപോയാലും കുഴപ്പമില്ല, ബാക്കി പകുതി ഉണ്ടാവും. ആ പകുതി ഇതുപോലെ മറ്റുള്ളവരിലേക്ക് പകർന്നു വരും. അവിടെ പകുതി കെട്ടാലും ബാക്കി പകുതി ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഒരാൾ 10 ആൾക്ക് കൊടുക്കുന്നു, ആ 10 ആള് വീണ്ടും 100 ആൾക്ക് കൊടുക്കുന്നു, 100 ആള് 1000 പേർക്ക് കൊടുക്കുന്നു. അതിൽ പകുതി കെട്ടുപോയാലും അപ്പോഴും 500 ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്താണ്? ഞാനെന്ന വ്യക്തി അതിങ്ങനെ എരിഞ്ഞ് ഇല്ലാണ്ടാകുമ്പോൾ ആ എരുതിയിൽ നിന്ന് വേറെ ഒരുപാട് ദീപനാളങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കണം. ഞാൻ അവിടെ ഒരു അക്വയർ ദ പവർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. എൻ്റെ മുമ്പിലുള്ള കുട്ടികളെ സ്വാധീനിക്കാനുള്ളൊരു ശക്തി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ, പ്രിയമുള്ളവരെ, വേറെ ഒന്നും നമുക്ക് വേണ്ടെന്നാവും. ഒരു ദിവസം നമ്മളോട് പറയണം, എടാ ഈ ഡെസ്ക് ഒന്ന് മോളിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, 5ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കാം. പ്രിയമുള്ളവരെ, മറ്റേ ഉറുമ്പ് അരിമണി കൊണ്ടുപോകില്ലേ, അതേപോലെ ചുറ്റും നിരന്നിട്ട് കൊണ്ടുപോവുകയാണ് ഈ സാധനം. നമുക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചർ ചിലപ്പോൾ ഒരു ഡസ്റ്റർ കൊണ്ടുപോയി മുകളിലൊക്കെ പറയും, ഓ
എനിക്ക് അലർജിയാണ് സിസ്റ്റർ, പൊടി അലർജിയാണെന്ന്. കാരണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ എന്നെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടികളിലേക്ക് എനിക്കിങ്ങനെ ഒരു സൂചി കുത്തി ഇറക്കുന്നത് പോലെ അവൻ്റെ ചങ്കിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. എൻ്റെ നോട്ടം പതിയേണ്ടത് അവൻ്റെ കണ്ണിലല്ല, മറിച്ച് അവൻ്റെ ചങ്കിലായിരിക്കും. ആ കുട്ടിയുടെ ഉള്ളിലെ സങ്കടം തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണമെന്നാണ് പറയുന്നത്. അത് എളുപ്പത്തിൽ പറ്റണ ഒരു കാര്യമുള്ളല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്വയർ ദ പവർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. നിങ്ങളെ സ്വാധീനിച്ച അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ടീച്ചർമാർ, നിങ്ങളുടെ അധ്യാപകർ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞ് വെറുതെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചില ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അബ്ദുൽ കലാമോ അങ്ങനെയുള്ളവർ. അങ്ങനെ നിങ്ങളെ സ്വാധീനിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളവർ വെറുതെ ഒന്ന് പേര് പറഞ്ഞേ. ജിബി സാർ. ഏത് ജിബി സാറാണാവോ? പറഞ്ഞോ. വേറെ ആരുമില്ല? നെൽസമ്മ ടീച്ചർ. വേറെ നിങ്ങളെ സ്വാധീനിച്ച ടീച്ചറുടെ, അതിപ്പോൾ വളരെ ഫേമസ് ആണ്. നിങ്ങളെ സ്വാധീനിച്ചവരുടെ പേര് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരുണ്ടാവും. ചിലടത്ത് പറയാം ഉമ്മൻചാണ്ടി അണച്ചാന്ന് പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പറഞ്ഞോ. എനിക്ക് തോന്നുന്നു ഈ ഒരു സുനാമി വന്നിട്ട് ചെക്കത്തിനോട് കൊണ്ടങ്ങോട്ട് കടലിൽ കൊണ്ടേ കളയണമെന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെ എവിടെ പോയി ചോദിച്ചാലും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഇനി മുതൽ പറയേണ്ട ഒരു ഒറ്റ പേരേ ഉള്ളൂ. ആ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നേക്കണേ? വിശ്വാസ പരിശീലകരാണ്. ഇപ്പൊ ഓർക്കെ പറഞ്ഞേ, എന്നെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ എന്നും സ്വാധീനിച്ചു കൊണ്ടിരിക്കാൻ സാധ്യതയല്ല, സത്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആര്? പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു. മലയാളം അറിയാവുന്ന കുറെ വിശുദ്ധർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് സഭക്ക്. ആരൊക്കെയാണെന്ന് അറിയാമോ? മലയാളം അറിയാവുന്ന, നമ്മുടെ ഭാഷ അറിയാവുന്ന വിശുദ്ധരുണ്ട്, സ്വർഗത്തിലുണ്ട്. അൽഫോൻസാമ, ചാവറ, ദൈവസഹായത്തിന് മുഴുവൻ അറിഞ്ഞൂടാ. എന്നെയും തെറ്റിക്കോലെ ഫ്രണ്ടിൽ ഒന്നിരിക്കുകയാണ് തെറ്റിക്കാനായിട്ട്. അടുത്തത് എവുപ്രാസിയാമ്മ, മറിയന്ത്രേസ്യാമ്മ. പ്രിയമുള്ളവരെ, ഇവരോടൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവോക്കിയേ. വളരെ കുറച്ചുള്ളൂ, താഴ്ത്തിക്കോ. അന്തോണിസ് ഞാനോട് പ്രാർത്ഥിക്കണവരെ കൈവോക്കിയേ. അയ്യോ, എന്തൊരാൾക്കാരാണ്. പുള്ളിയുടെ ഭാഷ പോർച്ചുഗലാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ എപ്പെത്താനാണാവും. നമുക്ക് മലയാളം അറിയാവുന്ന വെറുതെ ചുമ്മാ പറഞ്ഞാൽ മതി. അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന 3-4 വിശുദ്ധന്മാര് കേരള കത്തോലിക്ക സഭയ്ക്ക് തന്നിട്ട് ഇപ്പോഴും നമുക്കൊരു എന്തില്ല, ഒരു വിലയില്ല. നമുക്ക് പോർച്ചുഗീസൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറെ ആളെ വെച്ച് അപ്പുറത്ത് കൊണ്ടുവച്ചത് എന്തൊരു തിരക്കാണെന്ന് അറിയാമോ അന്തോണിസ് സുന്യാലിനെ? നിങ്ങൾക്ക് മനസ്സിലാക്കണത്. ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞാണ്, എൻ്റെ പൊന്നിടെ അയച്ചാ കോടാനുകോടി പെറ്റീഷനാണ് കിട്ടുന്നത്, ഇതൊക്കെ സോർട്ട് ചെയ്ത് തരും. അന്ന് അപ്പുറത്ത് വെറുതെ മറിയം തരേസ് വെറുതെ ഇരിക്കണം, ഒരു പണിയില്ല. അവളോടൊന്ന് സഹായിക്കാൻ പറഞ്ഞ അവളോട് സഹായിക്കാമില്ല. നിനക്ക് കിട്ടിയതല്ല, നീ ചെയ്, എനിക്ക് വരണത് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, വെറുതെ ഇരിക്കണം കുറേ പേരുണ്ട്, അവർക്ക് കൊടുക്ക്. എന്തായാലും കിട്ടുമെന്നേ. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഇത് ഒരു കെട്ടുകണ് ഒരു തമിഴ് ലോറിക്ക് പോകണ പോലെയാണ് നമ്മുടെ അന്തോണിസ് സുന്യാലൻ ഈശോൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് അപ്പൊ ഈശോ പറയും, ഇവന് ഇത് മാത്രമുള്ള പണി. വല്ലപ്പോഴും ഒക്കെ വരുമ്പോ ഇല്ലേ നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴും തന്നെ ഒരാൾ കുറെ നാളായി വന്നിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രാസയമയം മറിയം തെരേസയ്ക്കൊക്കെ അവിടെ സീറ്റ് കൊടുത്തിട്ട് അവിടെ ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഒന്ന് കൊടുത്തൂടെ ഈ കൊച്ചി രൂപത്തിലുള്ള ആൾക്കൊക്കെ? അവർക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയാം. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തെ തമ്പുരാന്റെ മുമ്പിലേക്ക് ഇങ്ങനെ സമർപ്പിച്ച് നമ്മളിങ്ങനെ ഈ ഒരു തലത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാധീനിക്കാനുള്ളൊരു ശക്തി സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണമെന്ന് പറയാം. അക്വയർ ദ പവർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബി proactive. What is the meaning of be proactive? എന്താണ് അതിൻ്റെ അർത്ഥം? പ്രൊയാക്റ്റീവിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്നറിയാമോ? റിയാക്റ്റീവ്. പ്രൊയാക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്. നമ്മൾ ടീച്ചർമാർ എപ്പോഴും പ്രോ ആക്റ്റീവ് ആയിരിക്കണമെന്നാണ് പറയുന്നത്. പ്രൊയാക്റ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ? പ്രിയമുള്ളവരെ, ഞാനത് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ടുള്ള എളുപ്പത്തിൽ, പവർ, അധികാരമുള്ളവരാണ് ആര്? ടീച്ചേഴ്സ്. അധികാരം ദുർവിനിയോഗം ചെയ്യാൻ അന്തസ്സായിട്ട് സാധ്യതയുള്ളവരും കൂടെയാണ് ടീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ മിഡ് ടേമും ക്വാർട്ടർലി എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് ആ പേപ്പർ നോക്കുന്ന ടീച്ചർമാർ തന്നെ ആയതുകൊണ്ടും വലിയ വലിയ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചോദിക്കാറ്. ടീച്ചറോട് നമ്മൾ പറയോ, ടീച്ചർ എന്തെന്നാ പഠിപ്പിക്കുന്നു, സാധനം മനസ്സിലാവണില്ല,
അതിനുള്ളത് ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ട്. കാരണം എന്താണ്? തോറ്റുപോയാലും വലിയ വിഷയമൊന്നുമില്ല. മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം എന്താണ്? വേറെ ഒന്നുമല്ല, നമ്മൾ ഈ അധികാരം നമ്മൾ വളരെ മോശമായിട്ട് ചില ടീച്ചർമാർ ഉപയോഗിച്ചതിൻ്റെ വേദനകൾ ഉള്ളിൽ കിടക്കുന്നവരുണ്ടാകും ഈ കൂട്ടത്തിൽ. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് അർഹതപ്പെടാത്ത അല്ലെങ്കിൽ അർഹതപ്പെട്ട പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. ഞാൻ സാധാരണ ഒരു ലെറ്റർ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ഇത്തിരി വലുതാക്കി എഴുതണത് അതിൻ്റെ ഒരു ഭംഗിയാണ്. പക്ഷെ അവൻ്റെ നിൽപ്പുണ്ട്, ഒരു അഹങ്കാരിയല്ല അവൻ. ബാക്കിയൊക്കെ വളരെ എളിമയിൽ നിൽക്കുമ്പോൾ ഈ പി അങ്ങനെ നിൽക്കണം ശരിയാണ്. എനിക്കിഷ്ടാവില്ല, അതുകൊണ്ട് ഒരു ഒറ്റടി അങ്ങോട്ട് കൊടുക്കണവൻ. ഇപ്പം എന്തായി? ബവർ. എൻ്റെ പവറിൻ്റെ സ്പെല്ലിങ് ഞാൻ എപ്പോഴും എഴുതണത് ഇങ്ങനെയാണ്. ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ബൗ ബിഫോർ അതേഴ്സ്, അപരൻ്റെ മുമ്പിൽ കുനിയാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു അധ്യാപകനാണെന്ന് പറയും. അതുകൊണ്ട് ഈ പവർ നമ്മൾ വിനിയോഗിക്കേണ്ടതാണ്. എനിക്ക് അധികാരം കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. സെർവൻ്റ് ഓഫ് സെർവൻസ് ആരാണ്? ദാസന്മാരുടെ ദാസൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുണ്ട്. ആരാണ്? പരിശുദ്ധ പിതാവ്. ഇപ്പോഴത്തെ പാപ്പയുടെ പേരെന്തിനാണ്? ലയോ 14 പാപ്പ. പ്രിയമുള്ളവരെ, ശുശ്രൂഷയ്ക്ക് വിട്ടേക്കണമെന്ന് പറയും. നിങ്ങൾ ഇത് ഈ അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപനം എന്ന് പറയുന്നത് അത് അധികാരം ഉപയോഗിക്കാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനാണെന്നുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് പറയും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ഇതുപോലെ തടിച്ചുകൂടിയ ജനങ്ങളോട് പാപ്പ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ. എന്നിട്ട് പരിശുദ്ധ പിതാവ് 2 അടി ഇങ്ങനെ മാറി നിന്നിട്ട് കുമ്പിട്ട്. ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സംഭവമാണ്. കത്തോലിക്ക സഭയുടെ പരമപീഠത്തിലേക്ക് വന്നവൻ താൻ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത് അവരോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തലകുനിച്ച് നിൽക്കുക. പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിലും ആ വ്യക്തി ലോകത്തിന് നൽകിയ സംഭാവനയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ പ്രവർത്തനത്താൽ മുന്നോട്ട് പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ത്? കത്തോലിക്ക സഭ. അതിന് പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞുതരാം. പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ലോകത്തിലെ മാധ്യമങ്ങളൊക്കെ 20 പേരെ എണ്ണി പറഞ്ഞുതരും. ആ 20 പേരിൽ ആരെങ്കിലും വരൂല. എന്താണത്? മാധ്യമങ്ങളല്ലല്ലോ തിരഞ്ഞെടുക്കുന്നത്. സഭ മുന്നോട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന ഒരു ഏറ്റവും വലിയൊരു സാധ്യതയാണ് ഈ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് അധികാരം നമുക്ക് കിട്ടുന്നത് അത് ദുർവിനിയോഗത്തിനല്ല, മറിച്ച് വിനിയോഗത്തിനാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഒരു പറയരുതെന്ന് പറഞ്ഞാണ്, ഞാൻ അറിയാതെ പറഞ്ഞു പോണേ. 11 കുർബാന ഒരു ദിവസം തുടങ്ങിയപ്പോൾ 11:30 ആയിപ്പോയി. അപ്പോൾ ഈ ചേച്ചി 11 കാലിന് വന്നേക്കാണ്. 12 കുർബാനക്ക് 11 കാലിന് വന്നേക്കാണ്. അപ്പോൾ ചേച്ചി അത് കഴിഞ്ഞപ്പോൾ കുർബാന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛാ ഈ പിതാവിനും പുത്രനും ആദ്യം ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചത് അവസാനം മാത്രമേ ഉള്ളൂ വിചാരിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കാറ്റഗിസം ടീച്ചേഴ്സായ നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കേ. ഹായ്, എന്ത് രസം. ഒരു ഹായ് പറഞ്ഞേ, താഴ്ത്തിക്കോ. പ്രിയമുള്ളവരെ, പരമാവധി പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകണത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കാതെ പള്ളിയിൽ പോയിട്ട് ഒരു കാര്യം. ആ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ യൂദാസും ദിവ്യകാരുണ്യം സ്വീകരിച്ചവനാ. അവൻ്റെ ശരീരത്തിൽ ആരാ വന്നേ? പിശാച്. അതുകൊണ്ട് പിശാചിനെ കയറ്റാൻ വേണ്ടി പള്ളിയിൽ പോകണ്ട. പിശാചിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമുക്ക് മീഡിയേറ്റേഴ്സ് ആവശ്യമാണ് കർത്താവിൻ്റെ അടുത്ത് വെക്കാറ്. പിശാചിനത് വേണ്ട അല്ലേ? പിശാച് ജോബിൻ്റെ കാര്യത്തിൽ നേരെ ചെന്നേക്കണേ, കർത്താവേ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവന് ഡയറക്റ്റ് എൻട്രിയാണ് പിശാച്. അപ്പോൾ ഡയറക്ടറി എൻട്രി ഉള്ള പിശാച് ദൈവത്തിൻ്റെ മുമ്പിൽ ഡയറക്ടറി എൻട്രി ഉള്ളപ്പോൾ ദൈവാലയത്തിലും ബലിപീഠത്തിലും ആൾത്താരയിലും ഒക്കെ അവൻ എൻട്രി ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇങ്ങനെ നോക്കിക്കും. അതാ ചേച്ചിനെ പിടിച്ചാൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് പതുക്കെ വന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഡൽഹിയിൽ പോയി വന്നല്ല അത് വിശേഷമൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കാൻ കാത്തിക്കാണ് പിശാച്. പിന്നെ ഭയങ്കര വർത്താനമൊക്കെയാണ്. പിന്നെ കുർബാന കഴിയുമ്പോൾ അയ്യോ കഴിഞ്ഞോ ഇല്ല, നാളെ ബാക്കി വിശേഷം നാളെ പറയാട്ടാന്നുണ്ട് ഇറക്കി വിടും. നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ അനുവാദത്തോടുകൂടെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു സാന്നിധ്യമാണ് പിശാച് എന്ന് നമ്മൾ തിരിച്ചറിയാം. പിശാച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് എന്താണ്? ഉണ്ട്. അത് നമ്മുടെ കുട്ടികളോടും പറഞ്ഞു കൊടുക്കും. ഇല്ല എന്ന് പറയുമ്പോൾ അവൻ രക്ഷയോടെ അവൻ ജയിക്കുകയാണ് അല്ലേ? ഒരു കള്ളൻ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. പറഞ്ഞ ഈ ഇതിൽ കള്ളനില്ലടാ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവൻ ജയിക്കണ പോലെ പിശാചില്ല എന്നൊരു ചിന്ത ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന്
ജയം ആരംഭിച്ചു എന്നുള്ളതാണ്. അത് നിസ്സാര ജയമല്ല, ഭയങ്കരമായ ഒരു ജയം ആരംഭിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവമേ, ഞാൻ ശ്വാസം എടുക്കുന്നു, വിടുന്നു, എടുക്കുന്നു, വിടുന്നു. ഇതിങ്ങനെ ആലോചിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ ചത്തുപോകുന്നതാണ്. ഒരു ദിവസം മുഴുവനും എടുക്കുന്നതും വിടുന്നതും ആലോചിച്ചിരുന്നാൽ നമ്മൾ തട്ടിപ്പോകുന്നതാണ് ശാസ്ത്രം പറയണത്. ഒരു ദിവസം മുഴുവൻ നമുക്കിത് ആലോചിക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പവർ. എൻ്റെ പവറിൻ്റെ സ്പെല്ലിംഗ് ഇതാ, ബൗവർ. ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ബൗ ബിഫോർ അതേഴ്സ്, യു ഹാവ് ദ റൈറ്റ് ടു യൂസ് യുവർ പവർ. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന PRO എന്ന് വെച്ചാൽ എന്താണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയും. പക്ഷെ എൻ്റെ PROക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. പോസിറ്റീവ് ആൻഡ് റെമഡി ഓറിയൻറ്റഡ്. സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിലേക്ക് ചെല്ലുക. ക്ലാസ്സിൽ ചെന്നപ്പോൾ ഒരു പാമ്പ് ക്ലാസ് റൂമിലുണ്ട്. ഒരു കുഞ്ഞിനെ ചെറുതായിട്ട് കടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. കുഞ്ഞ് തളർന്നിരിപ്പുണ്ട്. അവിടെ പ്രോആക്റ്റീവ് ആകാം, റിയാക്റ്റീവ് ആവാം. കൊച്ചിനെടുത്തുകൊണ്ട് നേരെ ആശുപത്രി പോകുന്നു. ഏത് പാമ്പാണ് കടിച്ചതെന്ന് അതിനൂടെ ഒരു നിഗമനം ഉണ്ടാക്കുന്നു. ആശുപത്രി പോകുന്നു. അത് ഒരാക്ഷൻ. വേറൊരു ആക്ഷൻ, ഈ പാമ്പിൻ്റെ പിന്നാലെ പോകുന്നു, പാമ്പിനെ തല്ലിക്കൊല്ലുന്നു, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകുന്നു. വിച്ച് ഈസ് പ്രൊയാക്ഷൻ, വിച്ച് ഈസ് റിയാക്ഷൻ? അതെ, ഈ കൊച്ചിനെ നേരെ എടുത്തുകൊണ്ടുപോയി ആശുപത്രി പോയി കൊച്ചിനെ രക്ഷിക്കുക എന്നുള്ള, ദാറ്റ്സ് ദ പ്രൊയാക്ഷൻ. നമ്മളെപ്പോഴും പ്രോ ആക്റ്റീവായിരിക്കണം. പ്രോ ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ, അതായത് പരിഹാരം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പ്രവൃത്തിയെ പ്രോ ആക്ഷൻ എന്നും, പ്രതികാരം ഉള്ളിൽ കൊണ്ട് നടത്തുന്ന പ്രവൃത്തിയെ റിയാക്ഷൻ എന്നും പറയും. ഈ പ്രതികാരം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും, പ്രതികാരത്തിൽ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ഞാൻ പ്രതികാരിയാണോ അല്ലെങ്കിൽ പരിഹാരിയാണോ? പ്രതികാരിയായിട്ട് ജീവിക്കാൻ എന്നെ ദൈവം അനുവദിക്കുന്നില്ല. ഞാൻ തമ്പുരാനിൽ നിന്നും ആവശ്യപ്പെടുന്നത് പരിഹാരം നൽകുന്നവനായിട്ട് ജീവിക്കണമെന്നാണ്.